85% ഹിന്ദു താമസിക്കുന്ന ഹിന്ദുസ്ഥാനിൽ, ഹിന്ദുവിന്റെ ജന്മഭൂമിയിൽ, ലോക മതങ്ങളുടെ മാതാവായ ഹിന്ദുവിന് ജന്മം നൽകിയ ഈ ഭൂമിയിൽ നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, പൗരാവകാശം സംരക്ഷിക്കാൻ, സാമൂഹ്യ നീതി നേടാൻ, സാമ്പത്തിക നീതി നേടാൻ നമ്മൾ സംഘടനയ്ക്ക് കീഴിൽ അണിനിരക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ഗതികേടിൽ നിന്ന് ആരംഭിക്കുന്നു എന്റെയും നിങ്ങളുടെയും പ്രശ്നം. കാരണം സാധാരണഗതിയിൽ നമുക്ക് ഇത്തരത്തിൽ സംഘടിക്കേണ്ട ഒരു സ്ഥിതിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ജനാധിപത്യത്തിന്റെ പ്രായോഗിക രൂപമായ പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നത്. ഈ പ്രാതിനിധ്യ ജനാധിപത്യം അനുസരിച്ച് ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ വികാരങ്ങളാണ് അതാത് നിയമനിർമ്മാണ സഭകളിൽ പ്രതിഫലിക്കുന്നത്. അത് കേരള അസംബ്ലിയിലായാലും കർണാടക അസംബ്ലിയിലായാലും ഇന്ത്യൻ പാർലമെന്റിലായാലും. കോയമ്പത്തൂര് 56 പേരെ ചുട്ടുകൊന്നതിന്റെ പേരിൽ വിചാരണ തടവ് നേരിടുന്ന മദനി എന്ന തീവ്രവാദിക്ക് പരോൾ അനുവദിക്കണമെന്ന് 140 MLA-മാരും ഒറ്റക്കെട്ടായി ആ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഒരുമിച്ചിരുന്ന് ഇന്നലെ ഹിന്ദു അജണ്ട പാസാക്കി. ആ ഹിന്ദു അജണ്ട ഇന്നലെ കൂടിയ പൊതുയോഗത്തിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ഹിന്ദു അജണ്ട അനുസരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന നേതാക്കൾക്ക് വേണ്ടി മാത്രമേ കേരളത്തിലെ ഹിന്ദു സമൂഹം പോളിംഗ് കൂട്ടി പോകൂ എന്ന് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ടാണ് ഇന്നലെ കേരളത്തിലെ ഹിന്ദു സംഘടനകള് ഹിന്ദു അജണ്ട പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങോട്ട് അപമാനിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും അലോസരപ്പെടുത്തുകയും ചെയ്ത ഒരു സമൂഹം നിക്കക്കല്ലില്ലാത്ത വിധത്തിൽ വർഗീയതയുടെ മാർഗം സ്വീകരിച്ചിരിക്കുക. ഇതുവരെ നമ്മൾ വർഗീയതയുടെ പേര് ഒരുപാട് കേട്ടു. പക്ഷെ നമ്മൾ വർഗീയമായി ചിന്തിച്ചിരുന്നില്ല, വർഗീയമായി പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ ആദ്യമായി വർഗീയമായി തീരുമാനമെടുത്തു. ഹിന്ദു അജണ്ട അനുസരിക്കുന്ന നേതാക്കൾക്ക് വേണ്ടി മാത്രമേ, അവർ ഏത് പാർട്ടിപ്പെട്ടവരായിക്കോട്ടെ, അവർക്ക് വേണ്ടി മാത്രമേ ഹിന്ദു പോളിംഗ് ബൂത്തിൽ പോകൂ എന്ന്. വർഷങ്ങളായിട്ട് ഹിന്ദു വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കന്നാലി ചന്തയിലേക്ക് ലോറിയിൽ ഒന്നിച്ച് കയറ്റിക്കൊണ്ടുപോകുന്ന കന്നുകാലികളെ പോലെ പോളിംഗ് ദിവസം ഇവിടുത്തെ ഹിന്ദു മുഴുവൻ പോളിംഗ് ബൂത്തിലെത്തും. ഏതെങ്കിലും ഒരു ചിഹ്നത്തിലെ വോട്ടിംഗ് കിട്ടിയേണ്ട നിർവികാരതയോടുകൂടി സീല് പതിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോരും. ആ വോട്ട് ചെയ്യുന്നവരെ മാത്രമേ ഹിന്ദുവിനെ വേണ്ടൂ. വോട്ട് നേടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഹിന്ദുവിനെ വേണ്ട. കേരളത്തിലെ 140 MLA-മാരിൽ ഒരാൾ പോലും ഒരിക്കലെങ്കിലും ഒരു വേദിയിലും ഹിന്ദുവിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഹിന്ദുവിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്താൻ അവർ തയ്യാറായിട്ടില്ല. ഹിന്ദുവിന്റെ വികാരങ്ങൾ മാനിക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു തീരുമാനം കേരളത്തിലെ ഹിന്ദു സംഘടനകൾക്ക് എടുക്കേണ്ടി വന്നത്. ഭാരതം ഹിന്ദുസ്ഥാനമാണ് എന്ന് നമുക്കറിയാം, എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരുമിച്ച് നിൽക്കാൻ മടിച്ച ഹിന്ദു സമൂഹം ഇതിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുവാൻ വളരെ വേഗം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. ഇന്ന് നമുക്കിപ്പോ സംശയമാണ്, ജനസംഖ്യയിൽ 85% നമ്മളുണ്ടെങ്കിലും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണോ ഇസ്ലാമിക രാഷ്ട്രമാണോ എന്ന്. ഇതിനാണ് നമ്മൾ ആദ്യം മനസ്സിൽ ഉത്തരം കണ്ടെത്തേണ്ടത്. വെറും 12% വരുന്ന മുസ്ലിങ്ങളും 3% വരുന്ന ക്രിസ്ത്യാനികളും അവർക്ക് വേണ്ടി നാട് ഭരിക്കുന്ന ഈ കാലത്ത് 85% വരുന്ന ഹിന്ദു മനസ്സിലെങ്കിലും ഉത്തരം കാണണം. ഇത് ഹിന്ദുസ്ഥാനമാണോ അല്ലെങ്കിൽ ആക്കണ്ടേ? ഇതിനെ ഹിന്ദുസ്ഥാനമാക്കണ്ടേ? രാമനും കൃഷ്ണനും ജന്മം നൽകിയ ഒരു സമൂഹം, രാമന്റെയും കൃഷ്ണന്റെയും ആരാധ്യമായ കഥകൾ പാടി പഠിച്ചൊരു സമൂഹം, അവരെങ്ങനെയാണോ അധർമ്മനാശനം നടത്തിയത് അതിന്റെ കഥകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ഒരു സമൂഹം, ദുർഗാദേവിയെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, സർവ കൈകളിലും ആയുധമേന്തിയ 30 കോടി ദേവഗണങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹം, ഇങ്ങനെ പേടിച്ചു കഴിയാൻ പറ്റും? സർവ കൈകളിലും ആയുധമേന്തിയ 30 കോടി ദേവഗണങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹം, ഇങ്ങനെ പേടിച്ചു കഴിയാൻ പറ്റും? സർവ കൈകളിലും ആയുധമേന്തിയ 30 കോടി ദേവഗണങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹം, ഇങ്ങനെ പേടിച്ചു കഴിയാൻ പറ്റും? 100 വർഷമെങ്കിലും പഴക്കമുള്ള എല്ലാ പള്ളികളും ഹിന്ദു ദാനം കൊടുത്ത പറമ്പിലാണ് നിൽക്കുന്നത്. പാൽപ്പൊടിയുടെ പരസ്യം ഉണ്ടായിരുന്നു, അനിസ്പ്ര എന്നൊരു പാൽപ്പൊടിയുടെ പരസ്യം. അത് ഓർമ്മിക്കാൻ ഞാൻ ഇവിടുത്തെ കപട മതേതരക്കാരോടും ന്യൂനപക്ഷക്കാരോടും പറയാ, എന്താ പരസ്യം? പൊടി പോലുമില്ല കണ്ടുപിടിപ്പാൻ. ഓർമ്മയുണ്ടോ പരസ്യം? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നതായിരുന്നു ആ പരസ്യം. ആ
നിലയിലേക്ക് കാര്യങ്ങൾ വരും. ശുദ്ധീകരിക്കാൻ ഹിന്ദുവിന് സാധിക്കും. നമുക്കറിയാലോ, നമ്മൾ വിശ്വരൂപം കാണിച്ചാൽ എന്തായിരിക്കും ഫലമെന്ന് നല്ല ഓർമ്മയുണ്ട് നമുക്ക്. 1992 ഡിസംബർ 6 മുലായം സിംഗിന്റെയും നരസിംഹറാവുവിന്റെയും 7 ചുറ്റി കമ്പിവേലിയും 70 കിടങ്ങുകളും 700 പോലീസും 7000 പട്ടാളവും 70,000 പത്രക്കാരും കാവൽ നിന്നപ്പോ ഹിന്ദു ഒന്നിച്ചൊന്നുണർന്ന ഒരൊറ്റ ഓങ്കാരം മുഴക്കിയപ്പോ തവിട് പൊടിയായ പള്ളിയുടെ കഥ, ഇല്ലാത്ത പള്ളിയുടെ കഥ ഇന്ന് ഞങ്ങളല്ല പാടി നടക്കുന്നത്. എല്ലാ ഡിസംബറിലും കണ്ണീര് വാഴ്ത്തുന്നവർ ഓർക്കുക, ഹിന്ദു ഉണർന്നാൽ അതായിരിക്കും ഫലം. എല്ലാം പേടിയോടെ ഓർക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ജില്ലയായ മലപ്പുറം ജില്ലയിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ. ജന്മം കൊണ്ട് മലപ്പുറം ജില്ലയാണ്. 1921 ഹാലിളകിയ മാപ്പിള ഓടിയ നാട്ടിലെ കയറിയ വീട്ടിന്റെ പൈതൃകവും പേറിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ വാക്കുകൾക്ക് ഒരുപക്ഷെ മൂർച്ച കൂടും, ശബ്ദത്തിന് ഗാംഭീര്യം കൂടും. കാരണം അനുഭവം അത്തരത്തിലാണ് മുൻ തലമുറകൾ ഞങ്ങളിലേക്ക് പകർന്നു വന്നിരിക്കുന്നത്. ആ 1921 മാപ്പിള ലഹള പാഠപുസ്തകങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കേട്ട അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ 1921 ഹാലിളകിയ മാപ്പിളമാരുടെ വാശിക്ക് മുന്നിൽ, ദുർവാശിക്ക് മുന്നിൽ, തീവ്രവാദത്തിന് മുന്നിൽ നൂറുകണക്കിന് ഹിന്ദുവിന് ജീവൻ നഷ്ടപ്പെട്ടു, നൂറുകണക്കിന് അമ്മമാർക്ക് മാനം നഷ്ടപ്പെട്ടു, ആയിരക്കണക്കിന് ഹിന്ദു മതം മാറ്റപ്പെട്ടു, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തപ്പെട്ടു. ഇന്നും നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ പോയാൽ പൂർണ്ണമായി പുനരുദ്ധരിക്കാത്ത കണ്ണും മൂക്കും തലയും നഷ്ടപ്പെട്ട നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഇന്നും അവിടെ കാണാം. 1921 ലഹളയുടെ ബാക്കി പത്രമായിട്ട് ഇന്നും മലപ്പുറം ജില്ലയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതിനേക്കാൾ ഉപരി നിങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ വന്നാൽ കാണുന്ന മറ്റൊരു വസ്തുതയുണ്ട്. എന്താണെന്നറിയോ? ഈ ലഹളയ്ക്കുള്ള നൂറുകണക്കിന് സ്മാരകങ്ങൾ മലപ്പുറം ജില്ലയിൽ. 1921 നടന്ന മാപ്പിള ലഹളയുടെ സ്മാരകങ്ങൾ നൂറുകണക്കിന് മലപ്പുറം ജില്ലയിലുണ്ട്. പക്ഷേ വേദനയോടെ ഞാൻ പറയട്ടെ, അതിലൊന്നുപോലും ജീവൻ നഷ്ടപ്പെട്ട ഹിന്ദുവിനുള്ളതല്ല, മാനം നഷ്ടപ്പെട്ട ഹിന്ദു അമ്മയ്ക്കുള്ളതല്ല, സ്വത്ത് നഷ്ടപ്പെട്ട ഹിന്ദുവിനുള്ളതല്ല, മറിച്ച് കലാപകാരികളായ മുസ്ലിങ്ങൾക്കുള്ളതാണ് അവിടുത്തെ ഈ നൂറുകണക്കിന് സ്മാരകങ്ങള്. ആര് പണി കഴിപ്പിച്ചത്? ഞാനും നിങ്ങളും വിശ്വസിച്ച് ഭരണഭാരം കഴിപ്പിച്ച ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പണി കഴിപ്പിച്ചത്. നൂറുകണക്കിന് സ്മാരകങ്ങൾ നോക്കിക്കൊണ്ട് അവിടുത്തെ ഹിന്ദു ഇന്നും ജീവിക്കുന്നു. തങ്ങളുടേതായ എല്ലാം നഷ്ടപ്പെടുത്തി ഇന്ന് അവിടെ അടിമകളെ പോലെ കഴിയുന്ന ഹിന്ദു സമൂഹത്തിന് മുന്നില് ഈ രാഷ്ട്രീയക്കാർ നൂറുകണക്കിന് സ്മാരകങ്ങൾ പടുത്തുയർത്തി. ഇന്ന് പാഠപുസ്തകങ്ങളിൽ ഒരു ഹിസ്റ്ററി അധ്യാപികയായ ഞാന് എന്റെ അച്ഛമ്മയൊക്കെ എനിക്ക് നേരിട്ട് അവര് കണ്ട കഥ പറഞ്ഞു തന്നപ്പോ അതെനിക്ക് പഠിപ്പിക്കാൻ പാകമില്ല. മറിച്ച് അവരുടെ പേരക്കുട്ടിയായ ഞാൻ ഇന്ന് സ്കൂളിൽ പോയാ പഠിപ്പിക്കുന്നത് എന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ പേടിപ്പിച്ച് വീട്ടിൽ നിന്ന് ഓടിച്ച, എന്റെ കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളെ വെട്ടിയരിഞ്ഞ ആ ലഹള സ്വാതന്ത്ര്യ സമരമായിരുന്നു. പാഠപുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചു ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ. ആ ലഹള സ്വാതന്ത്ര്യ സമരമായിരുന്നു. അന്ന് നമുക്ക് കോൺഗ്രസ്സുകാരെ തിരിച്ചറിയാൻ സാധിക്കണമായിരുന്നു. എന്റെയൊക്കെ മുത്തശ്ശി മരിക്കുന്നതിന് മുമ്പ് തന്നെ പറയാറുണ്ടായിരുന്നു, കുട്ടിയെ തന്നെയാണ് കലികാലം. എന്താ കലികാലം എന്ന് പറയാൻ കാരണം അറിയോ? ഈ ഹാലിളകിയ മാപ്പിളമാരെ കുടുംബ വെച്ച ഹിന്ദുവിന്റെ തല വെട്ടിയെടുത്ത് ചോരയൊലിക്കുന്ന ഈ തലയുമായി പാഞ്ഞു നടന്നിരുന്നവര് പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളം സ്വതന്ത്രമായപ്പോ, ഐക്യ കേരളം രൂപം വന്നപ്പോ സർക്കാർ ആദ്യം ചെയ്തത് ഈ ഹാലിളകിയ ഈ ഹിന്ദുവിന്റെ ശിരസുമായി പാഞ്ഞു നടന്ന കാപാലിക കൂട്ടങ്ങൾക്ക് താമ്രപത്രവും പെൻഷനും നൽകുക ചെയ്തത്. ഈ അമ്മമാരുടെ മുന്നിൽ വെച്ച് ഈ കലാപകാരികൾ ഏറ്റുവാങ്ങി താമ്രപത്രവും പെൻഷനും. ഇവിടെ കൂടിയിരിക്കുന്ന ഹിന്ദു ചിന്തിക്കുക, പ്രവർത്തിക്കാനും പ്രതികരിക്കാനും തയ്യാറായില്ലെങ്കിൽ നാളെ മാറാട്ട കലാപകാരികൾക്ക് താമ്രപത്രവും പെൻഷനും കൊടുക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. വാരണാസിയിലെ ഹിന്ദു ഭക്തന്മാരെ ചുട്ടുകൊന്നവർക്ക് പെൻഷനും താമ്രപത്രവും കൊടുക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. തയ്യാറുണ്ടോ നിങ്ങൾ? ഇല്ല എങ്കിൽ പ്രതികരിച്ചേ മതിയാകൂ. അന്ന് ഹിന്ദു മലപ്പുറം ജില്ലയിലെ ഹിന്ദു മാത്രമല്ല, കേരളത്തിലെയും ഭാരതത്തിലെയും ഹിന്ദു ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ഒരൊറ്റ ലഹള കൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരം ഗതികേട് ഹിന്ദുവിന് വരുമായിരുന്നില്ല. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ കൂടിയ നിയമസഭയില് മദനിക്ക് വേണ്ടി നിയമം പാസാക്കുമായിരുന്നില്ല. കാരണം 21 കലാപകാരികൾക്ക് പെൻഷനും താമ്രപത്രവും വെച്ചു കൊടുക്കുമ്പോ കുത്തിനെ പിടിച്ചു നിർത്താൻ ഹിന്ദുവിന് ശേഷി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ച് രാഷ്ട്രീയക്കാരുടെ കോളറിന് പിടിച്ചു നിർത്താൻ അന്നത്തെ ഹിന്ദുവിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മദനിക്ക് വേണ്ടി കൂട്ടക്കടച്ചിൽ നടത്തുമായിരുന്നില്ല ഇവര്.